അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു അടിപൊളി പിസയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം. അതിനായിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളം, ചൂട് കൂടരുത് വെള്ളത്തിന്. ഇളം ചൂടുവെള്ളത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും അത് പൊങ്ങി വരും. നമുക്കത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇതാ 2 കപ്പ് മൈദമാവ് എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ നമ്മൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഇല്ലേ, അത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഈസ്റ്റിൻ്റെ വെള്ളം നമുക്കിതിൽ മതിയാവാതെ വരും. അപ്പോൾ ഇളം ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കൂടരുത്. ഇളം ചൂടുവെള്ളം തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. പച്ചവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഇളം ചൂടുവെള്ളമാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. എന്നിട്ടിത് നന്നായി കുഴച്ചെടുക്കുക. നമ്മളെ ചപ്പാത്തിയുടെ പരുവത്തിനേക്കാൾ ഒന്നുകൂടി സോഫ്റ്റായിട്ട് വേണം പിസ്സക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മളെ കയ്യിലിങ്ങനെ ഒട്ടുമ്പോൾ ഒരല്പം ഒലിവ് ഓയിലും കൂടി തടവിയിട്ട് ഞാൻ വീണ്ടും കുഴച്ചെടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. അപ്പോൾ അതാ നന്നായി കുഴച്ചിട്ട് നമുക്കിത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് മൂടി വെക്കാം. നമ്മളെ പിസ്സയുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരല്പം ഒലിവ് ഓയിലും കൂടെ ഇതിൻ്റെ മുകളിൽ തടവിയിട്ട് നമുക്ക് വെക്കാം. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പിസ്സക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കണം. അതിനായിട്ട് ഇതാ ചിക്കൻ ഒരു 150 ഗ്രാമോളം ഉണ്ടാവും. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് നന്നായി കഴുകിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. വേറെ നമ്മൾ ചിക്കൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ കുറച്ച് അളവിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചെറിയ ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ, അത് ചെറിയ ടീസ്പൂൺ തന്നെയാണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കട്ടത്തൈര്, അതും ചെറിയ ടീസ്പൂൺ തന്നെയാണ്, ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള പിസ്സ സോസ് റെഡിയാക്കാം. അപ്പോൾ അതാ ഒരു പാനിലേക്ക് 2 തക്കാളി, ഒരു സവാളയുടെ പകുതി, പിന്നെ ഒരു 5-10 അല്ലി വെളുത്തുള്ളിയും കൂടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ അതാ അങ്ങനെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അവിടെ ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസ്സയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചിക്കൻ കൂട്ടാണ്. അതിനായിട്ട് ഒരു 3-4 കഷ്ണം ചിക്കൻ എല്ലില്ലാതെ ഇവിടെ പിച്ചി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു ക്യാപ്സിക്കൻ അരിഞ്ഞതും ഒരു സവാളയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സവാള ഇട്ടിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ്റെ പീസ് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഞാൻ വേവിച്ചിട്ടാണ് പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഞാൻ വേവിച്ചിട്ടാണെന്നുള്ളത് പറയാൻ വിട്ടുപോയി. ഈ സമയത്ത് ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ ഒരല്പം ഒറിഗാനോ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് പിസ്സക്ക്. നമ്മുടെ സവാള, തക്കാളി, വെളുത്തുള്ളിയൊക്കെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിവിടെ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട്, വീണ്ടും പറയാണ് വെളിച്ചെണ്ണ ഒഴിക്കരുത്, ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ആണ് ഉപയോഗിക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ അരച്ച തക്കാളി സവാള കൂട്ടിൽ നിന്ന് 1 ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്കിതിലേക്ക് മുളക് പൊടി ഇടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സോസിൻ്റെ എരിവ് നമുക്ക് എത്രത്തോളം വേണമെന്നുള്ള അനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടും കുറക്കും ചെയ്യുക. എന്നിട്ട് മുളക് പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കളർ മാറി വരുമ്പോൾ നമ്മുടെ മിക്സിയിലെ തക്കാളി സവാള കൂടിയിട്ട് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഒരല്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ചൂടായതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റിയെടുക്കാം. ഇനി അടുത്തത് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കലാണ്. ഇത് ഹോം മെയ്ഡ് ചീസാണ് കേട്ടോ, ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ചീസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ സെറ്റ് ചെയ്യാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ പിസ്സയുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ട്രേയിൽ പരത്തി കൊടുക്കണം. അതിനായിട്ട് ഒരു ട്രേയിൽ ഞാൻ ഒലിവ് ഓയിൽ തൂക്കി കൊടുക്കുന്നുണ്ട്. ഇതാ പിസ്സയുടെ മാവ് അതിലേക്ക് ഇട്ടിട്ട് കയ്യിൽ ഒരല്പം ഒലിവ് ഓയിലും തടവിയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി പരത്തി ഒരേപോലെ എല്ലായിടത്തേക്കും പരത്തി കൊടുക്കുക. എന്നിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അതിനെങ്ങനെ കുത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ നന്നായി പൊങ്ങി വരും. അപ്പം അങ്ങനെ ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം ആദ്യം നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ സോസാണ്, പിസ്സ സോസാണ്. പിസ്സ സോസ് എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസിലത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ചിക്കൻ കൂട്ടില്ലേ, ചിക്കനും ക്യാപ്സിക്കും സവാള കൂടിയിട്ട് വഴറ്റി വെച്ച ചിക്കൻ കൂട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് അമ്നൂസ് വന്നിട്ട് അവൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതിയിട്ട്, നമ്മുടെ സോസിൽ കുറച്ച് എരിവുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ട് ഒരല്പം ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചീസ് മുഴുവനായിട്ട് ഇട്ട്, ബാക്കി ചീസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സ്ലൈസ് ചീസസ് ഇല്ലേ, അതൊരു 2 സ്ലൈസ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ പിസ്സ സെറ്റ് ചെയ്യലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതാ 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓവനിൽ നിന്ന് പിസ്സ എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഈ അളവിൽ തയ്യാറാക്കിയ പിസ്സ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള പിസ്സ തന്നെ 8 പീസാക്കി കട്ട് ചെയ്യാവുന്നതാണ്. 8 ആൾക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ ഇന്നത്തെ പിസ്സ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.